കോതമംഗലത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി നേതൃസംഗമം സംഘടിപ്പിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് ഇറങ്ങണമെന്ന് നിയുക്ത സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പ്രധാന നേതാക്കളും വിവിധ തലങ്ങളിലെ ഭാരവാഹികളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് കോതമംഗലത്ത് UDF പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത്. വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കോതമംഗലത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഷിബു തെക്കുംപുറമാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. 2 തവണയായി നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനായി ഒറ്റക്കെട്ടായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനവും നമ്മുടെ നിയോജകങ്ങളിലും വികസന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുന്നണിയും ഒരു ഗവൺമെന്റും ഒരു MLA വിഭാവനം ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പൊളിറ്റിക്കലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പൊളിറ്റിക്കൽ തലത്തിൽ നമ്മൾ ആ നിലയിൽ ഈ മത്സരത്തെ കൊണ്ടുപോയാൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നേടുവാനായിട്ട് കഴിയും. നമുക്കറിയാം, എല്ലാ തരത്തിലും ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കേരളവും കോതമംഗലവും തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. വലിയ നേതൃത്വം നമുക്ക് വഹിക്കാനായിട്ട് കഴിയണം. ആ നിലയിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും വലിയ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ബൂത്ത് യോഗങ്ങൾ, എനിക്ക് പ്രിയപ്പെട്ട പറയാനുള്ള ബൂത്ത് യോഗങ്ങൾ നിർബന്ധമായി ഈ ദിവസങ്ങളിൽ കൂടാനുള്ള ക്രമീകരണങ്ങൾ, UDFന്റെ ബൂത്ത് യോഗങ്ങൾ കൂടാനുള്ള ക്രമീകരണങ്ങൾ കൂടി ചെയ്താൽ തീർച്ചയായും നമുക്ക് ബൂത്തിനെ ഒരുക്കത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നിയോജകമണ്ഡലം ചെയർമാൻ TU കുരുവിള അധ്യക്ഷത വഹിച്ചു. ഷമീർ പനക്കൽ, MS എൽദോസ്, KP ബാബു, ബാബു എലിയാസ്, ഇബ്രാഹിം കവല, PK മൊയ്തു, അബു മൊയ്തീൻ, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, AC രാജശേഖരൻ, ബാബു പോൾ, മുഹമ്മദ് ഇക്ബാൽ, റോയി സ്കറിയ, CM മീരാൻ, PK ചന്ദ്രശേഖരൻ നായർ, PS നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.